ഇല്ല, എന്റെ മികച്ച സമയം ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആഗ്രഹിക്കാം, പക്ഷെ യു ഹാവ് ടു ഫോളോ അപ്പ് യുവർ ഡ്രീംസ് ആൻഡ് യുവർ ഡിസയേഴ്സ് വിത്ത് ഹാർഡ് വർക്ക്. എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നതല്ല ദ ടഫസ്റ്റ്. എത്തിപ്പെട്ട സ്ഥലത്ത് നിലനിൽക്കാനും അവിടെ നിന്നുകൊണ്ട് ആ ജേർണി ഇനി എൻഹാൻസ് ചെയ്യാനുമാണ് ശരിക്കും ബുദ്ധിമുട്ട്. ഇനിയും ബുദ്ധിമുട്ട് ഞാൻ ഇനിയും നേരിടാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ മികച്ച സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. പൃഥ്വിരാജ് ഈ കാര്യം ഏകദേശം ഒരു 20 വർഷം മുമ്പ് നേരെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും രാജുവേട്ടനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ ഇന്നിപ്പോ നോക്കുമ്പോൾ ഫിലിം ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ, സിംഗർ, ഡിസ്ട്രിബ്യൂട്ടർ എല്ലാം ഉണ്ട്. ഒറ്റ കാര്യം, ഹാർഡ് വർക്ക്. നന്നായി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമ്മളെല്ലാവരും കണ്ടുപിടിക്കുന്ന കാര്യമാണിത്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകാറുണ്ട്. ഇപ്പൊ പൃഥ്വിരാജിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സുകുമാരൻ എന്ന നടൻ ടൈറ്റിലാണ് പൃഥ്വിരാജ് വന്നത്. പക്ഷെ ഒരിക്കലും പൃഥ്വിരാജ് പിന്നീട് സുകുമാരൻ പേരിലല്ല അറിയപ്പെട്ടത്. പൃഥ്വിരാജ് മലയാള സിനിമയുടെ ടോർച്ച് ബെയറർ. തെലുങ്കിലേക്കായാലും ഹിന്ദിയിലേക്കായാലും തമിഴിലേക്കായാലും ഈ ജസ്റ്റ് എക്സ്പാൻഡഡ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഹാർഡ് വർക്കാണ്, നന്നായി കഷ്ടപ്പെടണം, നന്നായി ജോലി ചെയ്യും. നമ്മൾ കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യം എൻഹാൻസ് ചെയ്യുക. അപ്പോഴത്തെ കാലം കോമ്പറ്റീറ്റീവ് വേൾഡാണ്. നമ്മളെക്കാളും നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം പോകാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ നിന്ന് കിട്ടിയ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വാട്ട് വി ആർ അതിൻ്റെ 2 times 3 times 10 times ആക്കി കഴിഞ്ഞാൽ യു ആർ ഇൻവാല്യൂബിൾ. അപ്പോൾ ഈ വീഡിയോ ആർക്കും യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരും പഠിക്കാനുണ്ട്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും പൃഥ്വിരാജിനെ ഐഡലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സംസാരമായാലും ആളുടെ കോൺഫിഡൻസ് ആണെങ്കിലും ഒരാളുടെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണമെങ്കിലും വിഷൻ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്തൂടെ.